ബാക്കിൽ വന്നാല് നിസാമി സ്ട്രീറ്റ് ആയിരിക്കും അവരുടെ ബക്കറ്റ് ലിസ്റ്റിലെ പ്രധാന പോയിന്റ്. അസർബൈജാനിലെ തന്നെ നിസാമി സ്ട്രീറ്റിലെ മെയിൻ അട്രാക്ഷൻ നൈറ്റിലെ ആ ഒരു സ്ട്രീറ്റും അവിടുത്തെ ഒരു വൈബും നൈറ്റ് ടൈം എന്നുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള ഒരു വൈബ് നിങ്ങൾക്ക് ഇവിടെ. ഈ നിസാമി സ്ട്രീറ്റ് എന്നിട്ട് നമ്മൾ വിചാരിക്കും നിസാമി ഇതെന്താ സംഭവം. ഇതൊരു ഒരു പോയറ്റിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ട്രീറ്റ് ആണ്. അപ്പൊ ഇനി ഒരുപാട് ഞങ്ങൾക്ക് സ്ട്രീറ്റിൽ അലയാനുണ്ട്. നമ്മുടെ അലച്ചിൽ ചെന്ന് അവസാനിക്കുന്നത് അസർബൈജാനി ഫുഡ് കഴിക്കുക എന്നുള്ള ലക്ഷ്യസ്ഥാനത്താണ്. 2-3 സജഷൻസ് നമുക്ക് പറയാം. ഫിർദൌസ്, ഡോൾമ, അങ്ങനെയൊക്കെ. ലക്ഷ്യസ്ഥാനത്തെത്തി. ഒരു കേവ് തീംഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണിത്. അത് നല്ല രസമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. നമ്മുടെ അസർബൈജാനി ഫുഡായിട്ടുള്ള ലാമ്പ്, അതുപോലെ തന്നെ ഷീപ്പിൻ്റെ ഒക്കെ കബാബ്, ലുലെ എന്ന് പറയും, പിന്നെ ഷാഹ് പുലാവ്. അതിങ്ങനെ ബേക്ക്ഡ് ആയിട്ടുള്ള ഒരു കേക്ക് പോലത്തെ രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. ഭക്ഷണം കഴിച്ച് ഹോട്ടലിൽ പോയി ഉറങ്ങി നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് അസർബൈജാനീസിൽ ഇപ്പോൾ ഹോട്ടൽസിലൊക്കെ. പിന്നെ ഒന്ന് നടക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ടിബ്ലിസി കഫേ കണ്ടു. ജോർജിയൻ തീംഡ് ആയിട്ടുള്ള സംഭവമാണ്. അത് നല്ല രസമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഒരു സ്ഥലത്ത് പോയാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ പറ്റും. കത്തിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഇതിന്റെ മുകളിൽ കോയിൻസുകൾ ഇവിടെ ആളുകൾ ഇട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നുള്ള ഓരോരുത്തരുടെ വിശ്വാസമുണ്ട്. എന്നതാക്ക് ഫയർ മൗണ്ടൻ, ഫയർ ടെമ്പിള്, ഗ്രീൻ ബസാർ, പിന്നെ ഹൈദർ അലിയവ് മ്യൂസിയം, ഐ ലവ് ബാക്കു സിംബൽ, ഇതൊക്കെ കണ്ട് നമ്മൾ ലാസ്റ്റ് ഡേ ഓൾഡ് ബാക്കുവിലെത്തിരിക്കുന്നത്.